മധുരയിൽ നിന്ന് രാമേശ്വരത്തേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മൾ. മധുര മീനാക്ഷിയമ്മൻ കോവിലിൻ്റെ തെപ്പക്കുളമാണ് നമ്മുടെ റൈസ് ക്ഷേത്രക്കുളമാണത്. അപ്പോൾ നമ്മൾ രാമേശ്വരത്തേക്കുള്ള ഹൈവേയിലാണ്. പാമ്പൻ പാലം കയറി വേണം നമുക്ക് രാമേശ്വരത്തേക്ക് പോകാൻ. പാമ്പൻ പാലത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ സമുദ്ര പാലമാണത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1914 അത് കമ്മീഷൻ ചെയ്തത്. പാക് സ്ട്രേറ്റിന് മുകളിലൂടെ തമിഴ്നാട്ടിലെ മണ്ഡപം എന്ന് പറയുന്ന സ്ഥലം തൊട്ട് പാമ്പൻ ദ്വീപിനെ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ് പാമ്പൻ പാലം. പോകുന്ന വഴിയിൽ നല്ല കൃഷിസ്ഥലങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇപ്പോൾ രാമനാഥപുരം മുന്നിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയുടെ ഇരുവശമായിട്ട് നിറയെ കരിമ്പനക്കൂട്ടങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. കരിമ്പനകൾ ഒരുപാടുള്ളൊരു ഏരിയയാണിത്. ഈ ഭാഗങ്ങളിൽ കരിമ്പനയുടെ ഈ കരിപ്പെട്ടി ചക്കര വിൽക്കുന്ന കാഴ്ചയും നമ്മളിടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലൊരു ബീച്ചുണ്ട്. കുശി ബീച്ച് എന്ന് പറയുന്നൊരു ബീച്ചാണ്. അപ്പോൾ ആ ബീച്ചിൻ്റെ കാഴ്ചകളൊന്ന് കാണാനായിട്ട് നമ്മൾ ചെറിയൊരു ഡൈവേർഷൻ എടുത്തു അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബീച്ചിനടുത്തായിട്ട് കുറേ റിസോർട്ടുകളൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ പോകുമ്പോൾ നമ്മൾ ആ ബീച്ചിൻ്റെ പാർക്കിംഗ് ഏരിയയുടെ അടുത്തെത്തി. അതിന് മുമ്പായിട്ടൊരു റെയിൽവേ ക്രോസിംഗ് ഉണ്ട്. അത് കടന്നിട്ട് വേണം ബീച്ചിലേക്ക് പോകാൻ. ബീച്ചിൽ നിന്ന് ഹോളിഡേ ഒക്കെ ആയതുകൊണ്ട് കുറേ ക്രൗഡഡ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ പാർക്കിംഗ് അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ബീച്ചാണ് കുശി ബീച്ച് എന്നറിയപ്പെടുന്ന ബീച്ച്. ബീച്ചിൻ്റെ സൈഡിലൊക്കെ വഴിയോര കച്ചവടം ചെയ്യുന്ന കുറേ ആൾക്കാരൊക്കെ കണ്ടു. അവിടെ ഫിഷൊക്കെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെറിയ ചെറിയ സ്നാക്സ്, അതുപോലെ ഫ്രൂട്ട്സ്, തണ്ണിമത്തൻ, പൈനാപ്പിൾ ഇതൊക്കെ വിൽക്കുന്ന ആൾക്കാർ. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഉണ്ട്. ബീച്ചും പരിസരമൊന്നും അത്ര വൃത്തിയായിട്ടൊന്നും സൂക്ഷിച്ചിട്ടൊന്നുമില്ല. ചപ്പുചവറൊക്കെ ഇട്ടിട്ടൊക്കെ കിടക്കുന്നൊരു ബീച്ചാണ്. അങ്ങനെ ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും പാമ്പൻ പാലത്തെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ஃபைன் போடுவாங்க. இல்லை பாம்பன் கார் ஸ்டாப் பண்ணால் ஃபைன் அடிக்கும். நீங்கள் நடந்து போங்க, நான் முன்னாடியே ஸ்டாப் பண்ணிடுறேன். நீங்கள் கால் பண்ணுங்க, எடுத்துகிட்டு வரேன். இது நம்ம ரைட் சைடில் இந்தியன் ஓஷன், லெஃப்ட் சைடில் பே ஆஃப் பெங்கால். பே ஆஃப் பெங்கால். ഇങ്ങ് നോക്കിയോ, ലെഫ്റ്റ് സൈഡിൽ ബേ ഓഫ് ബംഗാളാണ്. ഇവിടെ ബംഗാൾ കടല്, ഇവിടെ ഇന്ത്യൻ ഓഷ്യൻ.
ഇതാണ് കാണാൻ കിട്ടാത്തത്. ഇതാണ് റയർ. ഇങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. 2 കടലായി കാണുന്നത്. വെസ്റ്റ് ബംഗാൾ. On your left side it's Bay of Bengal. On your right side Indian Ocean. Now we are approaching Pamban Bridge. പാമ്പൻ ബ്രിഡ്ജ്. ചക്ര നമ്മൾ പാമ്പൻ ബ്രിഡ്ജ് കയറാൻ പോവാണ്. 2.5 kilometers. 2.5 kilometers. അത് ബേ ഓഫ് ബംഗാൾ. നമ്മുടെ കേരളത്തിൽ നിന്നുള്ളത് കേരളത്തിൽ அது வந்து நியூ ரயில்வே பிரிட்ஜ். இது ஓல்ட் ரயில்வே பிரிட்ஜ். ட்ரெயின் ஸ்டாப் பண்ணிட்டாங்க. ட்ரெயின் ട്രെയിനില്ല. അത് ന്യൂ ബ്രിഡ്ജ്. அதுல ட்ரெயின் போகும். ട്രെയിൻ വന്നിട്ട് നല്ലതല്ലേ. നമ്മൾ ട്രെയിനിലാണ് ഇന്നലെ ടിക്കറ്റ് കിട്ടി. അത് ഇതിൽ കൂടെ പോകും. ശരിയാട്ടോ. തിരിച്ചു പോകുന്ന ട്രെയിൻ ഇതിൽ കൂടെ പോയാലേ. നമ്മള് പാമ്പൻ പാലത്തിലാണ്. പഴയ ബ്രിഡ്ജും പുതിയ ബ്രിഡ്ജും കാണാം. പുതിയ ബ്രിഡ്ജിലാണ് മറ്റേ ആ ഒരു ലിഫ്റ്റിംഗ് ഇതൊക്കെ ഉള്ളത്. ലിഫ്റ്റ്. ഓൾഡ് ബ്രിഡ്ജ് में हैंड में ഇത് അങ്ങേര് കണ്ടില്ല. അത് ഷിപ്പ് പാസ് ചെയ്യുന്നുണ്ട്. അതാണ് ഷിപ്പിന് പാസ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം ഇങ്ങനെ വരണം. നടക്കാൻ പറ്റുമോ? அது இதுல ஸ்டாப் பண்ணிட்டு ഇവിടെ സ്റ്റോപ്പ് பண்ண முடியுமா? இங்க ஸ்டாப் பண்ணி நடந்து போட்டோ വേണ്ട. அந்த சென்டர் இருக்கு பாருங்க பிரிட்ஜ். நீங்க போட்டோ எடுத்துட்டு ஃபோன் பண்ணுங்க அங்க സൈഡിലെങ്കിൽ വാക്കിംഗ് முடியும். പക്ഷെ ഇങ്ങനെ നിർത്തിയാൽ ബ്ലോക്ക് ആവുമോ? എടാ ഇത് നിർത്തിയാൽ ഇവിടെ ബ്ലോക്ക് ആവും കേട്ടോ. പോവാം പോവാം പോവാം. നിർത്താൻ ബുദ്ധിമുട്ടാ. പോണം പോണം. പയ്യതേ നിങ്ങൾ കാണാലോ. അവിടെ ഇറങ്ങാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇതാണ് ബ്രിഡ്ജിലെ ഇത് പൊങ്ങുന്ന സ്ഥലം.